ഹായ് ഹലോ, ദേവോസ് തേജൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ എല്ലാ വീടുകളിൽ ഇപ്പോൾ ഉള്ള ഒരു സാധനമാണ് മാങ്ങ കാലമായതുകൊണ്ട് എല്ലാ വീടുകളിലും പഴുത്ത മാങ്ങ ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പം ആ പഴുത്ത മാങ്ങ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 2 പഴുത്ത മാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുത്തുകൊണ്ട് വരാം. മാങ്ങയെല്ലാം അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് 2ആയിട്ട് കീറി ഇടുന്നുണ്ട്. ഇനി ഒരു മൺചട്ടി എടുത്ത് വെച്ച് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളം, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങാപ്പഴം അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ, 1-2 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയ ഉള്ളി, ഒരു നുള്ള് കടുക്, ഒരു നുള്ള് നല്ല ജീരകം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങാപ്പഴം എല്ലാം വെന്ത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി അവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് താളിക്കാനായിട്ടുള്ള ചെറിയ ഉള്ളിയും വറ്റൽമുളകും എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കറിയെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കടുക് താളിച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് ഭംഗിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പഴമാങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.